ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. നമ്മൾ ആർക്കാണ് മാപ്പ് കൊടുക്കേണ്ടത്? ഞങ്ങൾക്കോ നമ്മളെ വേദനിപ്പിച്ചവർക്കോ? നമ്മൾക്ക് പലതരത്തിൽ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വേദനകൾ ഉണ്ടായിട്ടുണ്ടല്ലേ മറ്റുള്ളവരെ കൊണ്ട്. എൻ്റെ അനുഭവത്തിലാണെങ്കിൽ ഒരുപാട് വേദനകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മറ്റുള്ളവരിൽ നിന്ന്. അന്നൊക്കെ ഒരുപാട് ദുഃഖിച്ചിട്ടുമുണ്ട്. പല പ്രാവശ്യം ആ കാര്യം തന്നെ ഓർത്ത് ഒരുപാട് വിഷമിച്ച ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. പിന്നെ ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ കഴിയുന്നതും അവരിൽ നിന്ന് അകന്നു നിൽക്കുക. ഒരു ഫൈറ്റിന് പോകാൻ എനിക്കിഷ്ടമല്ല. ഞാൻ സ്വയം ആ ദുഃഖം ഉള്ളിലൊതുക്കി അങ്ങ് ദിവസങ്ങൾ കഴിഞ്ഞു. പക്ഷെ ചില നേരങ്ങളിലൊക്കെ ഞാനിത് ഓർക്കാറുണ്ട്. ഓർക്കുമ്പോൾ വിഷമവും സങ്കടവും ഒരുപാട് ദുഃഖവും ഒക്കെ മനസ്സിൽ കൂടി കടന്നു പോകും. ചില ദിവസങ്ങൾക്ക് നമുക്ക് മൂഡ് ഓഫ് ആവാൻ ആ ഒരു ചിന്ത മാത്രം തന്നെ മതി. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് കോപ്പ് ചെയ്യാം? എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടല്ലേ. സോഫാർ എൻ്റെ അനുഭവത്തിൽ ഒരുപാട് പേര് എൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പല ദുഃഖങ്ങളും അവർ അനുഭവിച്ചത്, പല സാഹചര്യങ്ങൾ അവരും ഞാനും കടന്നു പോയത്, അതുപോലെ തന്നെ ചെയ്യാത്ത കുറ്റത്തിന് കുറ്റപ്പെടുത്തുക, മറ്റുള്ളവരെ പറ്റി അനാവശ്യങ്ങൾ പറയുക, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾക്ക് എങ്ങനെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാം, അതിനെ എങ്ങനെ നമ്മൾക്ക് ഫേസ് ചെയ്യാം എന്നത് മാത്രം നമ്മൾ ചിന്തിക്കുക. എൻ്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു വിഷമം ആവർത്തിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെ തരണം ചെയ്യുന്നതാണ് ഇത് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനൊരു ഉപായം കണ്ടുപിടിച്ചു. സ്വയം നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കുക, സ്വയം പിന്നെ നമ്മൾക്കും മാപ്പ് കൊടുക്കുക. ഫസ്റ്റ് തിങ്, നമ്മൾക്ക് മാപ്പ് കൊടുക്കുക. എങ്ങനെയെന്ന് വെച്ചാൽ, സ്വസ്ഥമായ ഒരു സ്ഥലം, ശാന്തമായ ഒരു സ്ഥലം കണ്ടുപിടിക്കുക. എന്നിട്ട് 10 മിനിറ്റ് കണ്ണടച്ച് നിങ്ങൾ മെഡിറ്റേഷൻ മോഡിലിരിക്കുക. എന്നിട്ട് സ്വയം നിങ്ങളോടൊപ്പം തന്നെ പറയുക, ഞാൻ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ഒരുപാട് വേദനിപ്പിച്ചു, പല ദുഃഖങ്ങളും ഓർത്തോർത്ത് സങ്കടപ്പെട്ടു. ഇതിനെല്ലാം ഞാൻ മാപ്പ് പറയുന്നു എൻ്റെ ശരീരത്തോട്. ഞാൻ ഇനി ആ ചിന്തകളിലേക്ക് പോകില്ല. സ്വയം ഒരു മാപ്പ് പറച്ചിൽ നടത്തുക. ശാന്തരായി ഒരു 10 മിനിറ്റ് നല്ല ചുറ്റുപാടിൽ ഇരുന്നു കൊണ്ട് ആ മൂമെൻ്റ് ആസ്വദിക്കുക. Forgive yourself for all the past bad memories and be happy. അതുപോലെ തന്നെ നമ്മളെ മറ്റുള്ളവർ ഒരുപാട് വേദനിപ്പിച്ച് കാണും അല്ലേ, അതിനെക്കുറിച്ച് ചിന്തിക്കുക. ആ വേദനകൾ നമുക്ക് സമ്മാനിച്ചവരോടും നമ്മൾ ഫർഗീവ് ചെയ്യുക. സെയിം വേ സ്വസ്ഥമായിട്ടിരുന്ന് ശാന്തമായിട്ടിരുന്ന് കണ്ണുകൾ അടച്ച് അതെല്ലാം ഓർത്തുകൊണ്ട് നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി നമ്മൾ ഫർഗീവ് ചെയ്യുക. അവർക്ക് നമ്മൾ മാപ്പ് കൊടുക്കുക. അതിനെ ശാന്തമാക്കിക്കൊണ്ട് അവരെ ഫർഗീവ് ചെയ്യുക. ചെയ്തു നോക്കൂ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും മറ്റുള്ളവരെയും ഹേർട്ട് ചെയ്ത് കാണുമല്ലേ. അതും നമ്മൾ ഓർത്തെടുക്കുക, ചിന്തിക്കുക. സെയിം വേ നമ്മളോട് തന്നെ പറയുക, ഞാൻ ഇനി അറിഞ്ഞും അറിയാതെയും മറ്റുള്ളവരെയും ഹേർട്ട് ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ ഫ്രീ ആണ്. നമ്മളെല്ലാ ദുഃഖങ്ങളും വറീസ് എല്ലാം തീർന്നു. നമ്മൾ ശാന്തരാണ്, സന്തോഷവാന്മാരാണ്, സന്തോഷവതികളുമാണ്. എല്ലാവർക്കും നമ്മൾ ഫർഗീവ് ചെയ്തു അല്ലേ. സ്വയമോ മറ്റുള്ളവർക്കും നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചതിന് നമ്മൾ ഫർഗീവ് ചെയ്തു അല്ലേ.
we are asking for forgiveness from all the persons we hurt, knowing or unknowing. ഇപ്പോൾ നമ്മൾ ശാന്തരാണല്ലേ? നമുക്ക് കിട്ടിയ ആ ഒരു നിമിഷം, ആ പ്രസൻറ്റ് മൊമെൻറ്റ് നമ്മൾ ആസ്വദിച്ചില്ലേ? തീർച്ചയായിട്ടും ആസ്വദിച്ചു. നമുക്ക് സന്തോഷമായിട്ടിരിക്കാം അല്ലേ? മാപ്പ് കൊടുക്കുക എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവല്ല, അല്ലയോ? എല്ലാവരും കൊടുക്കത്തുമില്ല. പക്ഷേ കൊടുക്കാൻ കഴിവുള്ള വ്യക്തികൾ അവർ മഹാന്മാരാണ് എന്ന് ഓർക്കുക. ആ ഒരു പവർ നമ്മളിൽ എന്നും ഉണ്ടാകും, ഫൊർഗിവ് ചെയ്യാൻ പഠിച്ചാൽ. താങ്ക് യു for watching and see you soon with another vlog. Till then, bye for now. Bye.